മനസ്സിലെ മഹാമൗനത്തെ ഉണർത്തുന്ന ഹിമാലയ അനുഭവങ്ങളിലൂടെയായിരുന്നു നാം കഴിഞ്ഞ അധ്യായത്തിൽ സഞ്ചരിച്ചത്. ഒപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട യാത്രികൻ ശ്രീ M.K. രാമചന്ദ്രനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹിമാലയ അനുഭവങ്ങളുടെ നിഗൂഢതകളിലേക്ക് നമുക്ക് ഇനിയും ഏറെ സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മൾ സംസാരിച്ചു വന്നത് ഹിമാലയത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ചും അങ്ങയുടെ പഞ്ചകൈലാസങ്ങളെ കുറിച്ചും അങ്ങയുടെ യാത്രയെ കുറിച്ചുമായിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഹിമാലയത്തിന്റെ ഒരു നിഗൂഢത ഇനിയും അനാവരണം ചെയ്യപ്പെടാത്ത നിഗൂഢതകളുണ്ട്. ഹിമാലയത്തിന്റെ മനുഷ്യസ്പർശമേൽക്കാത്ത സ്ഥലങ്ങളില് യോഗികൾ തപസ് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്, യതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹിമാലയം എന്നും ഒരു വിസ്മയങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ലോകമാണ്. സാഹിത്യത്തിലും സാഹിത്യ വായനക്കാർക്കും പുരാണ ഇതിഹാസങ്ങളിലും ഒക്കെ ഈ വിസ്മയ ലോകമാണ്. അങ്ങനെ ഈ ഹിമാലയത്തിലെ ഒരു മിസ്റ്റിക് അനുഭവങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? പല വിധത്തിലുള്ള മിസ്റ്റിക് അനുഭവങ്ങളും യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഓർമ്മയിൽ എന്നും നിൽക്കുന്ന കുറച്ച് അനുഭവങ്ങൾ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ, ഒന്ന് ഗാറ്റ്ലിംഗ് ഗ്ലേഷ്യറിന്റെ അപ്പുറത്തുള്ള നിഗൂഢ മഞ്ഞുഭൂമിയില് ഗ്ലേഷ്യറിലേക്ക് പോകുന്ന വഴി, അത് ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖിൽ നിന്ന് തപോവനിൽ നിന്നൊരു 40ഓളം കിലോമീറ്റർ കൊണ്ട് ഹിമഭൂമിയിൽ കൂടെയുള്ള യാത്രയുണ്ട്. ഏറ്റവും ഗോമുഖ് വരെ തപോവൻ വരെയും പോകാം. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും വിഷമം പിടിച്ച ഒരു യാത്രയാണ്. ആ യാത്രയില് യാതൊരു മുൻവിധിയില്ലാതെയാണ് ഞാൻ ആ സന്യാസിമാരെ കാണുന്നത്. നോർജി എന്ന് പറഞ്ഞ ഷെർപ്പയുടെ കൂടെ പോയ ആ യാത്രയില് ആ യോഗികളെ കണ്ട ആ ദിവസം തൊട്ട് അതിൽ ഒരുപാട് യോഗ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിലൊന്നും വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പലവിധ പഠനങ്ങളും. ഈ യോഗികൾ അവിടെ സാധന ചെയ്യുകയാണോ? അവര് ഹിമാലയത്തിൽ എന്താ അവര് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾ? അങ്ങനെ ഗുഹകളിൽ താമസിക്കുന്ന നിരവധി ആയിരക്കണക്കിന് ഋഷികളുണ്ട്. അതായത് നമ്മളൊക്കെ പറയുന്ന സൂപ്പർ യോഗികളുടെ തലത്തിലെത്തിയ അത്രയും ആൾക്കാരുകളുണ്ട്. എനിക്ക് ഇവരെ കാണുമ്പോൾ അത് ആദ്യം വിസ്മയായിരുന്നു. ആ ജ്ഞാനത്തിലേക്ക് വരാനും അവരുടെ കയ്യിൽ നിന്ന് യോഗയുടെ പ്രാഥമികമായിട്ട് എല്ലാം അഭ്യസിക്കാനും അത് അന്ന് എന്തിനു വലിയ വിസ്മയമായിട്ട് കുറെ കാലം നിറഞ്ഞു നിന്നാണ്. പക്ഷെ പിന്നീട് ആ പുസ്തകത്തിന്റെ രചന കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലൊക്കെ റിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള നിരവധി വെസ്റ്റേൺ റൈറ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങള് അവരുടെയൊക്കെ നാടുകളില് മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റഴിഞ്ഞതാണ്. ഇതൊക്കെ ഉള്ളത് പിന്നീടാണ് അറിയുന്നത്. ഇന്ത്യ മുഴുവൻ അരച്ചു കുറുക്കി നടന്ന വെസ്റ്റേൺ റൈറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കണ്ടുമുട്ടിയ സൂപ്പർ നാച്ചുറൽ പവറുള്ള യോഗയെ കുറിച്ചുള്ള അവിസ്മരണീയമായ സംഭവങ്ങളുടെ ചോദിച്ചോട്ടെ, ഈ ഒരു പാശ്ചാത്യന് ഹിമാലയത്തിനോടൊരു ഭക്തി ആദരങ്ങളില്ല. അവന്റെ സംസ്കാരവുമായി ഹിമാലയം യോജിച്ചു നിൽക്കുന്നില്ലേ? അവൻ ഒരു കീഴടക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആവാൻ പലപ്പോഴും വരുന്നത്. പക്ഷെ നമുക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ പുരാണ ഇതിഹാസ കഥകൾ പഠിച്ചു വളർന്ന ഒരു ബാല്യത്തിന് ഹിമാലയത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നിട്ടും ഈ പാശ്ചാത്യർക്ക് ഈ അനുഭവങ്ങൾ, നമ്മള് ഇതിനെ ഒരു അതിഭൗതിക അനുഭവം എന്ന് പറയുന്നു, പക്ഷെ അവരത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുക. ഈ പാശ്ചാത്യരുടെ ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങ് പങ്കുവച്ചിട്ടുണ്ടോ? നിരവധി യാത്രകളിൽ ഇവരായിട്ട് ആശയവിനിമയം നടത്താനും ഒരു യാത്ര ഒന്നിച്ച് മണിമലേഷ് കൈലാസിലേക്കുള്ള യാത്ര ഞങ്ങൾ വിദേശികൾ ഒന്നിച്ചാണ് പോയത്. അപ്പൊ അവരെങ്ങനെയായി ഹിമാലയത്തെ കാണുന്നത്? അവര് ആദ്യത്തെ യാത്ര അവർക്ക് ഹിമാലയം ഒരു കേട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്ര, ഒരു പർവ്വതമാണ്. അതെ, അതിന്റെ ഭംഗി, ഇത് പ്രകൃതി രമണീയമായ അതിന്റെ ഭംഗി, അതിന്റെ മറ്റു ദൃശ്യങ്ങൾ, ഇതൊക്കെ അറിഞ്ഞും അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ വരവ്. പക്ഷെ ഒരിക്കലും ഇവര് ഹിമാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവര് ആയിട്ടുള്ള സംസ്ഥാനത്തിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ കീഴടങ്ങി ഹിമാലയത്തിന്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ യൂറോപ്പിലാണെങ്കിൽ ആൽപ്സ് പർവ്വതനിരകളുണ്ട്, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും വലിയ ഭൂമികളുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലാത്ത. അപ്പൊ അവര് പറഞ്ഞാൽ അത് വെറും ഒരു സാധാരണ സന്ദർശനം, വേറെ എവിടേക്കുള്ള മാതിരിയുള്ള സന്ദർശനം മാത്രമേ ഉള്ളൂ. അത് നമ്മളിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇവിടെ ഹിമാലയത്തിൽ വരുമ്പോ ഇവിടുത്തെ ആ ഊർജം അത്രയധികം അനുഭൂതിദായകമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഹിമാലയം മാടി വിളിക്കുന്നതും എണ്ണമറ്റ രീതിയിലുള്ള ട്രക്കിങ്ങും ഒക്കെ ഈ ഏരിയയിൽ നടത്തുന്നതിന് നമ്മളെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ് വിദേശികൾ. ഇതേക്കുറിച്ചുള്ള രചനകളും ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ഒരു
അങ്ങനെയുള്ള ഒരു സംഭവമാണത്. പക്ഷെ നമുക്കിത് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇതേക്കുറിച്ചുള്ള ഹിമാലയത്തെ കുറിച്ചുള്ള വിസ്മയജനകമായ ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അതിന്റെ തടസ്സങ്ങൾ പ്രത്യേകിച്ച് കേരളത്തില് നമുക്ക് വായിക്കാൻ ഉണ്ടായിട്ടില്ല. അത് അതേക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ നിഗൂഢതകൾ എന്ന് പറയുന്നത് പാശ്ചാത്യരും പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളുമായി യോജിപ്പിച്ച് നോക്കുമ്പോൾ നമുക്കിതും അങ്ങയുടെ ആദ്യ കൈലാസത്തിൽ അങ്ങ് കണ്ട ഈ പുരാണ സംഭവിച്ച അത്ഭുത ദൃശ്യങ്ങൾ ഒരുപക്ഷെ വിദേശീയത് പറയാൻ പ്രകൃതി ഉണ്ടാക്കിയ ഒരു പ്രത്യേക കോമ്പിനേഷൻ. പക്ഷെ അങ്ങത് കാണുന്നത് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞ പല സംഭവങ്ങളും നേരിട്ട് കാണുന്നു. ആ ആദ്യ കൈലാസ യാത്രയിലെ അനുഭവം ഒരു അപൂർവ അനുഭവം. ആദ്യ കൈലാസ യാത്രയിലല്ല, കൈലാസ് മനസരോവർ യാത്രയിലാണ്. തിബറ്റിലെ ചൈനയിൽ കിടക്കുന്ന ഭൂവിഭാഗത്തിലാണ് ഇതിന് നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കം ഉണ്ടെന്ന് തോന്നിക്കുന്ന ഭൂവിഭാഗങ്ങള് കണ്ടത്. കൈലാസത്തിന്റെ മനസരോവറിന്റെ ഒക്കെ അതൊക്കെ നമ്മൾ കാണുന്നത്. അതിലൊക്കെ വിശേഷപ്പെട്ട ലാൻഡുകൾ വലിയ ഹിമാലയത്തിൽ ഉണ്ട് എന്നുള്ളത് പിന്നീട് അടുത്തിടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു തലം മാത്രമേ നമുക്ക് നമ്മുടെ ദൃഷ്ടിക്ക് സാധാരണക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതല്ലാതെ തന്നെ നിരവധി തലങ്ങൾ വേറെയുണ്ട് ഈ ഭൂമിക്ക് തന്നെ. അതുകൊണ്ടാണല്ലോ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഭൂമിയുടെ 20% നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അതായത് 80% അൺഎക്സ്പോസ്ഡ് ആണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോ അത് അത്തരത്തിലുള്ള അനുഭൂതിക്കൊക്കെ വരണമെങ്കിൽ അത്തരത്തിലുള്ള സിദ്ധികളിലേക്ക് നമ്മൾ വരണം. യോഗ സംബന്ധമായിട്ടുള്ള സിദ്ധികളും ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള ആ തലത്തിൽ വരാൻ പറ്റും. അങ്ങ് കണ്ട ആ ഭൂർജപത്രങ്ങൾ, വേദവ്യാസന്റെ ഭൂർജപത്രങ്ങൾ സൂക്ഷിച്ച ഒരു കാക്കിയുടെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു അവര് മരിക്കുമ്പോ അങ്ങേക്ക് അറിയിക്കുക എന്ന് പറയുന്നത്. ഈ കാക്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ആ അനുഭവം എങ്ങനെയായിരുന്നു? കാക്കിയായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ മറ്റേ 3 കൈലാസങ്ങളെ കുറിച്ചുള്ള അറിവ് എനിക്ക് കിട്ടുന്നത്. അവർ എത്ര പ്രായമുള്ള? അവര് അന്ന് ഞാൻ കാണുമ്പോൾ അവര് 94 വയസ്സായിരുന്നു. അതിനുശേഷം 2 വർഷം കൂടി കഷ്ടി ജനിച്ചിരുന്നു. 96ാമത്തെ വയസ്സിലാണ് അവര് സ്വയം സമാധിയാവാണ് അവരുണ്ടായത്. ഒരുപടി ടിബറ്റൻ ബോർഡർ പോലീസൊക്കെ അതിനെ കുറിച്ച് ഒരു ബ്രോഷർ ഇറക്കി എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. ആ വഴിക്കൂടെ കൈലാസ യാത്ര നടത്തിയ ഒരാൾ പറഞ്ഞതാണ്. അവരെ അത്ര അധികം വാഴ്ത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും അവരുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ടും ഇന്ത്യ ടിബറ്റൻ ബോർഡർ പോലീസ് ഒരു ചെറിയൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പോ ഇത്രയും വലിയൊരു യോഗ്യതയായിരുന്നു. ഈ സ്വയം ശരീരം അഗ്നി പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ഞാൻ ആ ഗുഹയിലെ സന്യാസിമാരെ കാണുമ്പോഴാണ് ആദ്യം എനിക്ക് അറിയുന്നത്. അന്ന് എനിക്കിതിന്റെ ആ ടെക്നിക്ക് അറിഞ്ഞൂടാ, അതിന്റെ ബേസിൽ അതിന്റെ പിന്നിലുള്ള ആ വസ്തു എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പിന്നീട് കാക്കി കാണുന്നതിന് മുമ്പ് ഞാൻ ഇതേക്കുറിച്ച് ഗഹനമായിട്ടുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കാക്കി അത് നേരിട്ട് കാണിച്ചു തരുന്ന ഒരവസ്ഥ, അത് വലിയൊരു റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഏറ്റവും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ യാത്രകൾക്കിടയിൽ ഇത്തരത്തിലുള്ള അപൂർവ അനുഭവങ്ങളിൽ അതിഭൗതിക അനുഭവങ്ങളിൽ അത് ഉണ്ട്, നിരവധി ഉണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും ഓർമ്മിക്കാൻ വർഷങ്ങളോളം അതായത് എന്റെ മനസ്സിന് അത്ര അധികം ഇതിനെ ഹോണ്ട് ചെയ്ത ഒരു സംഭവം കിഴക്കൻ ഹിമാലയത്തിലെ ജോർത്തൻ വനാന്തരത്തിൽ വെച്ചിട്ട് ഒരു വിജനമായ മൊണാസ്ട്രിയില് ഞാൻ പെട്ടുപോയി. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ യക്ഷയുധിഷ്ഠിര സംവാദം നടന്ന ആ തടാകത്തിലേക്കുള്ള യാത്രയായിരുന്നു. ഞാൻ യക്ഷപ്രശ്നത്തിൽ അല്ല ഒരു ഷർപ്പി വഴികാട്ടിയില്ലോ. പക്ഷെ ഞാൻ ആ മൊണാസ്ട്രിയില് ഒരു വിജനമായ മൊണാസ്ട്രിയില് അകപ്പെട്ടു പോയിട്ട് പിന്നീട് അവിടുന്ന് ഈശ്വരാധീനം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുന്നു. അങ്ങനെ ഈ രാത്രി 1:30 മണിക്ക് തടാകത്തിലേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അപ്പം മനസ്സിലുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ യാത്രയിൽ നമ്മൾ പ്രകൃതിയായിട്ട് ഇടപഴകി അങ്ങനെ പ്രകൃതിയായിട്ട് ഇടപഴകുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും ചെന്നെത്ത ഈശ്വരനിലേക്കാണ്. എനിക്ക് അതിന്റെ സൂചന, ഞാൻ ആ വിജനമായ വഴിക്കൂടെ തടാകത്തിലേക്കുള്ള വഴിക്കൂടെ 3-3.5 കിലോമീറ്റർ ഉണ്ട്. രാത്രി 1:45-2 മണിയാവുന്നു കൂരിയിട്ട് ഈ അവസ്ഥയിൽ ഞാൻ നടക്കുമ്പോൾ എനിക്ക് സൂചന തന്നത് പ്രകൃതിയാണ്. പ്രകൃതി എന്ന് വെച്ചാൽ ആ കാനനം, ആ കൊടുംകാട് നിശബ്ദമായിരുന്നു. അപ്പൊ ഞാൻ അത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ നിന്നു. കാട് രാത്രിയിൽ നിർജ്ജീവമാണെങ്കിൽ നിശബ്ദമാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാണ്. നമ്മള് കുമാര സംഭവമൊക്കെ വായിക്കുമ്പോ അതിന് കണ്ടിട്ടുണ്ടല്ലോ, നിഷ്കമ്പവൃഷ്ടം മൂകാണ്ടജം ശാന്തമൃഗ പ്രചാരം തച്ചാസനൽ കാനനമേവ സർവം ചിത്രാർപ്പിതാരംഭം ചിത്രത്തിൽ വരച്ച പോലെ കാനനം നിശ്ചലായി. അത് സംഭവിച്ചപ്പോ അപ്പൊ എനിക്ക് തോന്നിപ്പോ ഞാനപ്പോ തന്നെ ഒരു
ആ നിലത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് മൈൻഡിനെ അങ്ങനെ ശരിയാക്കി. പിന്നീടുള്ള ആ ഒരു തിരിഞ്ഞു വഴിക്ക് ഞാൻ കാണുന്നത് എൻ്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭീമാകാരനായ ലാമയാണ്. അയാളായിരുന്നു എൻ്റെ ആതിഥേയൻ. പക്ഷെ അയാളൊരു കോൺട്രവേഴ്ഷ്യൽ ഫിഗറാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട്. അയാൾ എന്നെ എത്ര അടുത്തെത്തുമ്പോഴാണ് ഞാൻ നിലത്തെ ജന്തുക്കളുടെ ശല്യമാണ് പേടിക്കേണ്ട ആദ്യം. അത് നോക്കി മനസ്സിനെ ശാന്താക്കി കീഴ്പോട്ട് നോക്കി നിലാവില്ല. ഈ കേരളത്തിന്റെ തിരുവിലെത്തുമ്പോൾ ഞാൻ കാണുന്നത് ഈ ഫേസ് ടു ഫേസ് ആണ്. ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ എന്തും നമുക്ക് സംഭവിക്കാം. പക്ഷെ ആ സൂചനകൾ നോക്കും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് ഒരു 1-2 വർഷത്തോളം അത് എന്നെ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നിന്ന് ചോര, 2 സൈഡിൽ നിന്ന് ചോര വന്നിരുന്നു. കണ്ണ് തീക്കനൽ പോലെ തളങ്ങി. ഇല്ല, ഞങ്ങള് ഫേസ് ടു ഫേസ് നിന്നു. ഞാൻ പറഞ്ഞു എനിക്ക് റൂമിൽ നിന്ന് പുറത്തു പോരാണ്ട് മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഒന്നും കിട്ടുന്നില്ല. ആ നോട്ടം ഞാനും അദ്ദേഹം ഒരേ നോട്ടം നോക്കിയതാണ്ട് 1-2 മിനിറ്റ് നിന്ന് കാണും. അദ്ദേഹം മെല്ലെ എന്നെ കടന്നു. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എന്നെ കടന്നു പോയപ്പോ ഈ രക്തത്തിന്റെ ഗന്ധം എന്റെ മൂക്കിലടിച്ചു. ഇതിന് വിശദീകരണം തേടിയിട്ട് പിന്നത്തെ കൊല്ലം ഞാൻ ടിബറ്റിലുള്ള യാത്രയിൽ നിരവധി ബുദ്ധന്യാസിമാരുടെയും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തിബറ്റൻ ലാമമാരുടെ സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ച് പഠിക്കാനും ഇവർ അസാമാന്യ സിദ്ധിയുള്ള ഒരു വർഗമാണ് ഈ ലാമമാരെന്നൊക്കെ അങ്ങനെയാണ് അറിയുന്നത്. പക്ഷെ എന്നാലും ഈ ചുണ്ടിൽ നിന്ന് ഇങ്ങനെ 2 സൈഡിൽ നിന്നും ചോര അടിച്ചു നിൽക്കുന്ന ഒരു രൂപം അതെനിക്ക് എങ്ങനെയായിട്ടും മനസ്സിലേക്ക് പോകുന്നില്ല. അതിന് ഒരു വിശദീകരണം കിട്ടുന്നില്ല. ആ സംശയം തീർത്തു തന്നത് ഈ കുട്ടി വിരചന നമ്മുടെ ഈ കാക്കിയാണ്. അതായത് യോഗയുടെ മൂർധന്യത്തില് അതിന്റെ പരമ ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ, സമാധി അവസ്ഥയിലെത്തുമ്പോൾ തിബറ്റൻ ലാമമാരുടെ യോഗ സമ്പ്രദായം നമ്മുടെ ഋഷികൾ ആവിഷ്കരിച്ച സമ്പ്രദായം വ്യത്യാസമുണ്ട്. ഇവര് പല ലാമമാരും ചെയ്യാൻ ബ്രഹ്മജത്തില് കൊടക്കമ്പി പഴുപ്പിച്ച് ഇതിൽ തൊള്ളയിട്ടാണ് ചെയ്യുക. അപ്പൊ ഈ എക്സസ് എനർജി വരുമ്പോ ഇത് അതിൽ കൂടി റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാത്തവർക്ക് അതിന് ആ സമാധിയിൽ ഇരുന്നിട്ട് ആ അവസ്ഥയിൽ ലയിച്ചിരിക്കുമ്പോ എനർജി അക്യുമുലേറ്റ് ചെയ്യുമ്പോ അത് പല്ലിന്റെ ഇടയിൽ കൂടെ, മൂക്കിൽ കൂടെ, അങ്ങനെ ഈവൻ രോമകൂപങ്ങളിലും കൂടെ പുറത്തേക്ക്